നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിനടിയിലായി. പലയിടത്തും ഗതാഗതവും തടസ്സപ്പെട്ടു. രക്ഷാപ്രവർത്തനം ഊർജിതം. പഴയിടം കോസ്വേയിൽ വെള്ളം കയറി. പ്രദേശത്ത് വഴിവിളക്കുകളില്ല. പാലം ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യം കാറ്റിൽ പറത്തി അധികൃതർ. ഡ്രൈഡേയിൽ അനധികൃത മദ്യവിൽപ്പന. കുമ്മനത്തും കൂരാപ്പടയിലും 2 പേർ എക്സൈസ് പിടിയിൽ. 16.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ശബരിമലയിൽ നിറപുത്തരി ആഘോഷിച്ചു. ഭഗവാന് പുന്നല്ലിൻ കതിർ കാഴ്ചവെച്ച് ഭക്തർ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിൽ. താഴത്തങ്ങാടി, ഇല്ലിക്കൽ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കം. താഴത്തങ്ങാടി, ഇല്ലിക്കൽ, തിരുവാർപ്പ് പ്രദേശങ്ങളിലാണ് വലിയ തോതിൽ വെള്ളം ഉയരുന്നത്. ഈ പ്രദേശങ്ങളിലെ മിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വീടുകളുടെ കിടപ്പുമുറി വരെ വെള്ളമെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ ദുരിതത്തിലായി. ഇല്ലിക്കൽ ഭാഗത്തുള്ള പെട്രോൾ പമ്പിൽ വെള്ളം കയറി കിടക്കുകയാണ്. വീടുകളിൽ കുടുങ്ങിയവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനായി തിരുവാർപ്പ് പഞ്ചായത്തിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അയ്മനം, കുമരകം, ആർപ്പൂക്കര ഭാഗങ്ങളിലും വെള്ളം കയറി കഴിഞ്ഞു. റോഡുകൾ ജലാശയങ്ങളായി മാറിയതോടെ വാഹന ഗതാഗതവും പൂർണ്ണമായും സ്തംഭിച്ചു. പ്രധാന റോഡുകളിലടക്കം വെള്ളം കയറി കിടക്കുകയാണ്. അതേസമയം മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി NDRF സംഘം കോട്ടയം ജില്ലയിലെത്തിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നുള്ള 23 അംഗ സംഘത്തെ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലും എറണാകുളത്തു നിന്നുള്ള 30 അംഗ സംഘത്തെ കോട്ടയം താലൂക്കിലുമാണ് വിന്യസിച്ചിട്ടുള്ളത്. കേരള പോലീസിന്റെ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിലെ 20 പേരും തൃശൂരിൽ നിന്നുള്ള സംഘത്തിനൊപ്പമുണ്ട്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ കേന്ദ്ര ജല കമ്മീഷൻ കോട്ടയം മീനച്ചിലാറ്റിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ മണിമലയാറ്റിലും അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കോട്ടയം ജില്ലയിൽ മഞ്ഞ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചെറുവള്ളിക്ക് സമീപം പഴയിടത്ത് മണിമലയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കോസ്വേയിൽ ഇക്കുറിയും വെള്ളം കയറി. സമീപത്തെ വീടുകളിലും വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. പാലം ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ചെവിക്കൊള്ളാതെ അധികൃതർ. മണിമല പഴയിടം പാലത്തിൽ വീണ്ടും വെള്ളം കയറി. മാലിന്യം അടിഞ്ഞുകൂടുന്നതിനാൽ പാലത്തിന്റെ കൈവരികൾ മഴക്കാലമാകുന്നതോടെ ഇളക്കി മാറ്റുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കൂടാതെ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു കിടക്കുന്നതും വലിയ അപകടം ക്ഷണിക്കുന്നു. കോസ്വേ ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അധികൃതർ ഇതൊന്നും കേട്ട മട്ടില്ല. ഓരോ മഴക്കാലവും പഴയിടംകാർക്ക് ദുരിതകാലം കൂടിയാണ്. വെള്ളപ്പൊക്കവും മാലിന്യ ദുർഗന്ധവും അവരെ അലട്ടാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. പാലത്തിന്റെ പരിസരത്ത് പോലും ഒരു വഴിവിളക്ക് സ്ഥാപിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം രാത്രികാലങ്ങളിൽ ഈ വഴി എത്തുന്നവർക്ക് പാലത്തിൽ വെള്ളം കയറി കിടക്കുന്നത് കാണാൻ പോലും സാധിക്കാത്തത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പൊതുപ്രവർത്തകൻ അഭിലാഷ് പൂഴിക്കുന്നേൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയത്തിൽ പഴയിടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പഴയിടം പാലത്തിൻ്റെ കൈവേരികൾ പൂർണ്ണമായും തകർന്നു. അതുപോലെ തന്നെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലേക്കുള്ള അപ്രോച്ച് റോഡുകളും കുറേയെങ്കിലും തകർന്ന നിലയിലാണ്. ആളുകൾക്ക് നടക്കാനുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വന്നിരിക്കുന്ന മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് മുള പോലുള്ള വസ്തുക്കൾ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കൈവരികൾ തകർന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നാളത്തെ അടുത്ത ദിവസം തൊട്ടാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ നടന്നു പോകുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുരുഷന്മാരുൾപ്പെടെയുള്ള വളരെ ആളുകൾ ജോലിക്കായിട്ടും മറ്റും അക്കരയ്ക്ക് ബസ് കയറാൻ വേണ്ടി പോകുന്ന അവസ്ഥയിൽ അപകടം നിറഞ്ഞൊരു അവസ്ഥാവിശേഷമാണ് ഉള്ളത്. രാത്രികാലങ്ങളിലാണെങ്കിൽ 2 ഇരുകളിലും വെളിച്ചം തീർത്തുമില്ല. ഒരു ചെറുക്കട പഞ്ചായത്തിൻ്റെ ഒരു ഹൈമാസ് ലൈറ്റ് ആണെങ്കിൽ കാലങ്ങളായിട്ട് അത് പ്രവർത്തനരഹിതമാണ്. വെട്ടമില്ലാത്തൊരവസ്ഥയാണ്. ഒരു 2 മാസം മുമ്പ് ഒരു കുഴി വന്ന് ഒരു ബൈക്കുകാരൻ വീണ് അപകടമുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയുണ്ടായി. അതുപോലെ തന്നെ ആ സൈഡിൽ, പാലത്തിൻ്റെ സൈഡിലുണ്ടായിരിക്കുന്ന ഒരു കുഴിയെ ഇപ്പം വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോഴത്തേന് ഒന്നുകൂടെ കൂടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം അധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായൊരു ശ്രദ്ധയുണ്ടായി പാലവും അതുപോലെ തന്നെ റോഡുകളും നന്നാക്കി തരണമെന്ന് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അപേക്ഷിക്കുകയാണ്. ഇക്കുറിയും പാലത്തിൽ വെള്ളം കയറിയതോടെ സമീപത്തെ വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. സമീപവാസിയുടെ വീടിന്റെ താഴത്തെ നില മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകൾ വെള്ളം കയറി പൂർണ്ണമായും നശിച്ചു. ഒരു ബൈക്കും നശിച്ചുപോയി. എരുമേലി, ചിറക്കടവ് പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഇവിടെ ബന്ധപ്പെട്ടവർ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഡ്രൈഡേയിൽ അനധികൃതമായി വിദേശ മദ്യം വിറ്റ പാമ്പാടി, കൂരോപ്പട, കോട്ടയം കുമ്മനം സ്വദേശികൾ എക്സൈസ് പിടിയിൽ.
കുമ്മനം പൊന്മല സുഗിൻ, കൂരോപ്പട കപ്പയിൽ ഷൈജു VS എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 16.5 ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു. ഡ്രൈഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ലിറ്റർ വിദേശ മദ്യവുമായി 2 പേർ എക്സൈസ് പിടിയിലായി. കുമ്മനം കൂരോപ്പട സ്വദേശികളുടെ വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടിച്ചെടുത്തത്. കോട്ടയം ചെങ്ങളം കുമ്മനം പൊന്മല സുഗിനെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് കുമാർ KNന്റെ നേതൃത്വത്തിലുള്ള സംഘവും കൂരോപ്പട കപ്പയിൽ ഷൈജു VSനെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശക് Rന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി 1-ാം തീയതി ഡ്രൈഡേ ദിനത്തിൽ ജില്ലയിൽ എക്സൈസ് സംഘം പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2 നിന്നും മദ്യം പിടികൂടിയത്. കുമ്മനം ഭാഗത്ത് വ്യാപകമായി ഡ്രൈഡേ ദിനത്തിൽ മദ്യം വിൽക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുഗിന്റെ വീട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും 12.5 ലിറ്റർ വിദേശ മദ്യം കണ്ടെത്തി. ഡ്രൈഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി ബിവറേജിൽ നിന്നും വാങ്ങി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മദ്യമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ഒരു കുപ്പിക്ക് 200 രൂപ വരെ അധികമായി ഈടാക്കിയാണ് ഡ്രൈഡേ ദിനത്തിൽ ഇവർ മദ്യം വിറ്റിരുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് കുമാർ KNന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ബിനോയ് EV, പ്രവീൺ ശിവാനന്ദൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സബിത KV, സിവിൽ എക്സൈസ് ഓഫീസർ TA യേശുദാസ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൂരോപ്പട ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 4 ലിറ്റർ വിദേശ മദ്യമാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ B ആനന്ദ് രാജ്, ഹരിഹരൻ പോറ്റി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രദീപ് PP, ശ്യാംകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബിബിൻ ജോയ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിബീഷ്, അമൽദേവ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KV പ്രിയ എന്നിവർ ചേർന്ന സംഘമാണ് കൂരോപ്പടയിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിൽ നിറപുത്തരി പൂജ നടന്നു. തന്ത്രി കണ്ഠരര മഹേഷ് മോഹനരരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നിറപുത്തരി ആഘോഷിക്കുന്നത്. വിളവെടുത്ത നെൽക്കറ്റകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നിരവധി ഭക്തരും സന്നിധാനത്ത് എത്തിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ 5:30 18-ാം പടിക്ക് മുന്നിൽ നിന്നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. മേൽശാന്തി പ്രസാദ് ED കറ്റകൾ തലയിൽ ഏന്തി പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ചു. മണ്ഡപത്തിലെ പൂജകൾക്ക് ശേഷം കറ്റകൾ ശ്രീകോവിലിനുള്ളിൽ എത്തിച്ചു. തുടർന്നാണ് നിറപുത്തരി പൂജകൾ നടന്നത്. ശേഷം പൂജിച്ച നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിതരണം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനു വേണ്ടി മെമ്പർമാരായ അഡ്വക്കേറ്റ് K രാജു, അഡ്വക്കേറ്റ് PD സന്തോഷ് കുമാർ, ദേവസ്വം കമ്മീഷണർ B സുനിൽകുമാർ എന്നിവരും മറ്റു ഭക്തരും നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, എരുമേലി. ജില്ലാ ഖാദ്യ വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷനിൽ ഖാദി ഓണം മേള നടത്തി. 30% റിബേറ്റ് സാധനങ്ങൾക്ക് ലഭിച്ചു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷനിൽ ഏകദിന ഖാദി മേള നടത്തി. വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, കോട്ടൺ, സിൽക്ക് സാരികൾ, ചുരിദാറുകൾ, ഷർട്ടുകൾ, ബെഡ്ഷീറ്റുകൾ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, തേൻ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിരുന്നു. ഖാദി വസ്ത്രങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിരുന്നു. ഖാദിയെ ജനകീയമാക്കുന്നതിനായാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ചിട്ട് ഖാദി ഓണം മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. ഖാദിയെ കൂടുതൽ ജനകീയമാക്കുക, കൂടുതൽ പ്രചരണം ഖാദിക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചിട്ട് ഖാദിക്ക് സർക്കാർ 30% റിബേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 25-ാം തീയതി വരെയാണ് ഈ റിബേറ്റ് കാലയളവ്. ഇങ്ങനെയുള്ള റിബേറ്റ് പീരീഡിൽ നമുക്ക് ഇത്തരത്തിലുള്ള മേളകളിൽ കൂടിയും അതുപോലെ വിവിധ ഷോറൂമുകളിലും ഇതേയുള്ള റിബേറ്റ് ലഭിക്കുന്നതാണ്. നമുക്ക് ഇത്തവണ കോട്ടയം ജില്ലയുടെ കീഴിൽ വ്യത്യസ്തമായ സിവിൽ സ്റ്റേഷനുകൾ, കളക്ടറേറ്റ്, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലും ഏകദിന ഓണം ഖാദി മേള ഉണ്ടായിരിക്കുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മീനച്ചിലാർ കരകവിഞ്ഞതോടെ ഏറ്റുമാനൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലാണ്. പ്രദേശത്തേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. കിഴക്കൻ വെള്ളത്തിന്റെ അമിതവരവിനെ തുടർന്ന് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി. ഏറ്റുമാനൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. 2018 മഹാപ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് മീനച്ചിലാറ്റിൽ ഇത്രയധികം ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
കക്കയം കമ്പനിപ്പടി റോഡ്, കണ്ണമ്പുര കണ്ണഞ്ചിറ റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തെ നിരവധി വീടുകളുടെ തറയോളം വെള്ളം കയറിയ നിലയിലാണ്. കക്കയം കിരാതമൂർത്തി ക്ഷേത്രത്തിലും വെള്ളം കയറി. ദുരിതബാധിത പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു. പേരൂർ, മാടപ്പാട്ട്, തെള്ളകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളം കയറിയ അപകടകരമായ റോഡുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് റിബണുകൾ കെട്ടി റോഡ് ഗതാഗതം പൂർണ്ണമായി നിർത്തിവച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ റെഡ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വെള്ളം ഇറങ്ങിയതിന് പിന്നാലെ ചെളിയും മാലിന്യവും നിറഞ്ഞ പ്രദേശവും പൊതുസ്ഥലങ്ങളും ശുചീകരിച്ച് സാധാരണ ജീവിതം പുനഃസ്ഥാപിച്ചു. ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറി ദുരിതത്തിലായ പാലായിലെ വിവിധ പ്രദേശങ്ങൾ CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ റെഡ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വെള്ളം ഇറങ്ങിയതിന് പിന്നാലെ ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ പരിസരങ്ങളും പൊതുസ്ഥലങ്ങളും ശുചീകരിച്ച് സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പ്രവർത്തനം. CPIM പാലാ ഏരിയ സെക്രട്ടറി സജീഷ് ശശി നേതൃത്വം നൽകി. ദുരന്ത സമയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന രക്ഷാപ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും റെഡ് ബ്രിഗേഡിന്റെ സജീവ ഇടപെടൽ മാതൃകാപരമായിരുന്നു. റെഡ് ബ്രിഗേഡിന്റെ പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന ചെളിയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അണുനശീകരണത്തിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടക്കുകയും ചെയ്തു. പ്രളയാനന്തര സാഹചര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രദേശവാസികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിനും ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറെ സഹായകമാണെന്ന് സംഘാടകർ വ്യക്തമാക്കി. തൊഴിലാളി യൂണിയൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള റെഡ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ പ്രളയം കയറി വലിയ നാശനഷ്ടമുണ്ടാക്കിയ പാലായിലെ പൊതുവിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ശുചീകരിക്കുകയാണ്. ശുചീകരിക്കുന്നതിന് വേണ്ടി കോട്ടയത്തു നിന്നും പാലായിലുമെല്ലാമുള്ള മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളും ഇവിടെ രാവിലെ തന്നെ എത്തിച്ചേർന്നു. പാലാ നഗരത്തിൽ പ്രധാനമായും കൊട്ടാരമറ്റം പ്രദേശത്താണ് വലിയ മഴയുടെ കെടുതികൾ ഉണ്ടായത്. കൊട്ടാരമറ്റം സ്റ്റാൻഡ് പൂർണ്ണമായും ശുചീകരിക്കുകയും ഒപ്പം തന്നെ ആ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെ ശുചീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മുന്നേറ്റത്. പ്രദേശവാസികളും വ്യാപാരികളും റെഡ് ബ്രിഗേഡിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കനത്ത മഴയെ തുടർന്ന് പാലാ നഗരത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വൻ നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളിലെ കടകളിലും ഗോഡൌണുകളിലും വെള്ളം കയറിയതോടെ ഭക്ഷ്യവസ്തുക്കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ, രേഖകൾ എന്നിവ നശിച്ചു. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലെ കടകളിലും ഗോഡൌണുകളിലും വെള്ളം കയറിയതോടെ ഭക്ഷ്യവസ്തുക്കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഫർണിച്ചർ, വസ്ത്രങ്ങൾ, രേഖകൾ എന്നിവ നശിച്ചു. ഫ്രിഡ്ജ്, ഫ്രീസർ, കമ്പ്യൂട്ടർ, പ്രിന്റർ തുടങ്ങിയ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വെള്ളം വേഗത്തിൽ ഉയർന്നതിനാൽ വ്യാപാര സ്ഥാനങ്ങൾ മാറ്റാൻ സാധിച്ചില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് കണക്കാക്കുന്നത്. വെള്ളം ഇറങ്ങിയതോടെ വ്യാപാരികളും ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ശുചീകരണം ആരംഭിച്ചു. ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനൊപ്പം അണുനശീകരണവും വൈദ്യുത സംവിധാനങ്ങളുടെ പരിശോധനയും പുരോഗമിക്കുന്നു. വ്യാപാരികൾ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സംഘടനകൾക്ക് നഷ്ടപരിഹാരം, പലിശരഹിത വായ്പ, നികുതി ഇളവ്, ലൈസൻസ് ഇളവുകൾ എന്നിവയും ആവശ്യപ്പെടുന്നുണ്ട്. നഗരത്തിലെ ആവർത്തിച്ചുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായ ഡ്രെയിനേജ് സംവിധാനം നവീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അഡ്വക്കേറ്റ് TV എബ്രഹാമിന്റെ ജീവിതം സമൂഹത്തിനും രാഷ്ട്രീയ പ്രവർത്തകർക്കും മാതൃകയെന്ന് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. കൊഴുവനാൽ സെന്റ് ജോൺസ് നെപ്പോംസിയാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച അഡ്വക്കേറ്റ് TV എബ്രഹാം 13ാമത് അനുസ്മരണ സമ്മേളനവും എക്സലൻസ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു അഡ്വക്കേറ്റ് TV എബ്രഹാം എന്ന് മന്ത്രി മോൻസ് ജോസഫ്. അഡ്വക്കേറ്റ് TV എബ്രഹാം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കൊഴുവനാൽ സെന്റ് ജോൺസ് നെപ്പോംസിയാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച 13ാമത് അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. MLA മാനസി ഗപ്പൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് നെരിക്കത്തെരുവിൽ, ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുൻ MLA PC ജോസഫ്, കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസി വൈകിൽ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ്, ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ കൊച്ചദർസി അബ്രാഹം, പഞ്ചായത്ത് അംഗം ജെസ്സി ജോർജ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻ മണിയങ്ങാട്ട്, ഫൗണ്ടേഷൻ സെക്രട്ടറി ഷിബു തെക്കമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിനടിയിലായി. പലയിടത്തും ഗതാഗതവും തടസ്സപ്പെട്ടു. രക്ഷാപ്രവർത്തനം ഊർജിതം. പഴയിടം കോസ്വേയിൽ വെള്ളം കയറി. പ്രദേശത്ത് വഴിവിളക്കുകളില്ല. പാലം ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യം കാറ്റിൽ പറത്തി അധികൃതർ. ഡ്രൈഡേയിൽ അനധികൃത മദ്യവിൽപ്പന. കുമ്മനത്തും കൂരാപ്പടയിലും 2 പേർ എക്സൈസ് പിടിയിൽ. 16.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ശബരിമലയിൽ നിറപുത്തരി ആഘോഷിച്ചു. ഭഗവാന് പുന്നല്ലിൻ കതിർ കാഴ്ചവെച്ച് ഭക്തർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.